പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ജീവിതത്തിലെ വലിയ ബുദ്ധിശാലികളായ ആൾക്കാരെക്കാളും ഭയങ്കര മാർക്കൊക്കെ വാങ്ങിച്ച ആൾക്കാരെക്കാളും ചെറുപ്പകാലത്ത് വലിയ പ്രതീക്ഷകൾ നൽകിയ ആൾക്കാരെക്കാളും ഒക്കെ ലോകത്ത് അച്ചീവ് ചെയ്യുന്നത് മറ്റു ചിലരൊക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകാറുമുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ ഭയങ്കര മിടുക്കരായിരുന്നവർ വലിയ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് ലോ അച്ചീവേഴ്സായി മാറുകയും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബുദ്ധിശക്തിയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്താണ് പലപ്പോഴും നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റിന് ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് മാറുന്നത്. നമ്മൾ ലോകത്തിലുള്ള പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ അവർ കുറേ കൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു. എങ്ങനെയാണ് അവർ ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കുന്നത്? അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് അത്തരം ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പടിപടിയായി എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റും, എങ്ങനെ നമുക്ക് അത്തരം അച്ചീവേഴ്സ് ആകാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വളരെ മിടുക്കരായ പല ആൾക്കാർക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അറിയില്ല. കാരണം ആ തീരുമാനം എടുക്കുന്നതിനകത്തൊരു റിസ്ക് ഉണ്ട്. തീരുമാനം എടുക്കുന്നതിന് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഫെയിലിയറൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെ പേടിക്കുന്നത് പലപ്പോഴും ഒരു മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര കഴിവുകളുണ്ടെങ്കിലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ ഒരു വഴവഴക്കൻ സ്വഭാവത്തിൽ നിൽക്കും. അങ്ങനെയുള്ളവർക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ശക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. അതിലെന്ത് വന്നാലും അതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറായിരിക്കണം. എല്ലാ ഡിസിഷൻസിനും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ആ റിസ്ക് ഇല്ലാത്ത ഒന്നും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് തരില്ല. പല ആൾക്കാരുടെയും കുഴപ്പം അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തിടെ ഒരു കുട്ടി എന്നോട് പറയുകയാണ്, സാറേ 4 വർഷമൊക്കെ എൻജിനീയറിങ്ങിന് പഠിച്ചാൽ 4 വർഷമൊക്കെ നഷ്ടപ്പെടത്തില്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 വർഷം നീ ഒരു എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ നീ ഒരു എൻജിനീയറായി. അപ്പോൾ അതിൻ്റെ മേളോട്ടാണ് നീ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപക്ഷെ 4 വർഷം നീ ആ എൻജിനീയറിങ്ങിന് പോകാതെ കുറച്ചുകൂടി എളുപ്പമുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെയൊക്കെ പുറകിന് പോകുമ്പോൾ ഒരുപക്ഷെ നിനക്ക് പെട്ടെന്നൊരു ജോലിയോ പെട്ടെന്നൊരു സാധ്യതയോ കിട്ടും. പക്ഷേ ഒരു സസ്റ്റൈനബിളായിട്ട് നോക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് ഇന്ന് ഈ ഒരു CEO പൊസിഷൻ കിട്ടിയതിൻ്റെ ഒരു കാര്യം ഞാനൊരു ഗ്രാജുവേറ്റ് എൻജിനീയർ ആയതുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഈ ഒരു CEO പൊസിഷനിലേക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. മാത്രമല്ല ഞാൻ ഇതിനിടയിൽ ഒരു MBA ഒക്കെ എടുത്തിരുന്നു. അപ്പം അവനെ സംബന്ധിച്ച് അവൻ ഒരു എൻജിനീയർ ആയിരുന്നു, ഒരു MBA ഒക്കെ അതിൻ്റെ കൂടെ അവൻ എടുത്തിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ എടുത്ത ചില തീരുമാനങ്ങളാണ് മറ്റുള്ള ഒരുപാട് കാൻഡിഡേറ്റിൻ്റെ ഇടയിൽ നിന്ന് അവനൊരു CEO പൊസിഷനിലേക്ക് സെലക്ഷൻ കിട്ടിയത്. അത് എല്ലാവർക്കും കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ അത് സമയം കളയാതിരിക്കാൻ വേണ്ടിയൊക്കെ ചില ചെറിയ കോഴ്സുകളുടെയൊക്കെ പുറകിന് പോവുകയും അപ്പോൾ നാളെ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ വരുമ്പോൾ അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ നമുക്ക് കാണത്തില്ല. ശക്തമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ തീരുമാനങ്ങൾ നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കണം. ആ തീരുമാനങ്ങൾ കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. തീരുമാനങ്ങൾക്കെല്ലാം ചില കോൺസിക്വൻസസ്, മെറിറ്റും ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു സ്ട്രോങ് വ്യക്തിയായിട്ട് മാറുന്നത്. അത് നിങ്ങളുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത്. ഇതെങ്ങനെയാണ് ഈ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് എടുക്കുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്ത് പഠിക്കുക. അങ്ങനെ എടുത്തെടുത്ത് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെ നിരന്തരമായി ജീവിതത്തിലെ അവസരങ്ങളിലൊക്കെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക്. മാനസികമായ അസ്വസ്ഥതകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല, എല്ലാ സാഹചര്യങ്ങളും ഒരുപോലെ ആയിരിക്കത്തില്ല. നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ മാനസികമായിട്ട് വരാം. വൈകാരികമായി നമുക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ സ്ഥിരമായിട്ട് വരാം. മെൻ്റൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. നമ്മുടെ ചുറ്റുപാടിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ തിരിച്ചടികളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം. ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വളരെ കൈപ്പേറിയ അനുഭവങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മനുഷ്യരിൽ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും, നമ്മൾ ഏത് സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോഴും, നമ്മൾ ഏത് ലക്ഷ്യത്തിൻ്റെ പുറകിന് പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവിടെയുള്ളത്. നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന് ചുറ്റും നടക്കും. അപ്പം എല്ലാ കാര്യങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാമെന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരാളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ ബോസായിട്ട് വരുന്ന ഒരാൾ അത്ര ഈസി ആയിട്ടുള്ള ഒരാളായിരിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ അത്ര സുഖമുള്ള ഒരാളായിരിക്കത്തില്ല. നമ്മുടെ കൊളീഗ്സ് ചിലപ്പോൾ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കത്തില്ല. നമ്മൾക്ക് താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് വളരെ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും. പലതരത്തിലുള്ള സാഹചര്യങ്ങളാണ് നമ്മളൊരു യാത്രയ്ക്ക് മുമ്പോട്ട് പോകുമ്പോൾ, ഒരു ജേർണിയിലായിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വരിക. അത്തരം കണ്ടിൻജൻസീസിനെയൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് ലെവലിൽ തന്നെ, അതിൻ്റെ ഒരു സ്പിരിറ്റിൽ തന്നെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ചിലപ്പോഴൊക്കെ വളരെ 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 പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. ചിലതൊക്കെ നമുക്ക് മാറി നടക്കാൻ പറ്റും. ചിലതിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലതിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് കോൺഫ്രോണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഈ ടാക്റ്റിക്സുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ ഇമോഷണൽ സ്ട്രെങ്ത് ഒക്കെ വളരെ വലുതായിരിക്കണം. ആധുനിക കാലത്ത് പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ പെട്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഇൻസ്റ്റൻ്റായിട്ടുള്ള സുഖങ്ങളുടെയും നേട്ടങ്ങളുടെയും പുറകിന് പോവുക. ഇൻസ്റ്റൻ്റായിട്ടുള്ള സുഖങ്ങളും നേട്ടങ്ങളുമൊക്കെ നമുക്ക് ഇങ്ങനെ പ്രലോഭനങ്ങളായി വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കും. അത്തരം സുഖങ്ങളുടെയും നേട്ടങ്ങളുടെയും പുറകിന് പോകുന്ന ആൾക്കാർക്ക് ദീർഘകാല ലക്ഷ്യങ്ങളിലെത്താനുള്ള സാധ്യത കുറവായിരിക്കും. വലിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ തന്നെ അതിന് നല്ലൊരു എക്സാമ്പിളാണ്. നമ്മൾ ഈ റീലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ക്വാളിറ്റി കുറയുന്നു, നമ്മുടെ ശ്രദ്ധിക്കാനുള്ള ക്വാളിറ്റി കുറയുന്നു, നമ്മളുടെ മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള ക്വാളിറ്റി കുറയുന്നു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് കുറയുന്നു. പല കാര്യങ്ങൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് ഇൻസ്റ്റൻ്റായിട്ടൊരു സുഖം തരുന്നതായതുകൊണ്ടും അത് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതായതുകൊണ്ട് അതിൽ നമ്മൾ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കുള്ള ലോങ് ടേം ഗോൾസിനുള്ള സമയങ്ങൾ, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം, അതിനുവേണ്ടി നമുക്ക് സ്റ്റെപ്പുകൾ എടുക്കാനുള്ള സമയം, ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ ചെറിയ സുഖങ്ങളുടെയും ചെറിയ ചെറിയ നേട്ടങ്ങളുടെയും പുറകിനൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ നമുക്ക് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയെന്നൊന്നും പറഞ്ഞ് നമ്മൾ അതിൻ്റെ പുറകിന് പോകണമെന്നില്ല. നമുക്കൊരു വലിയ ലക്ഷ്യമൊക്കെയാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ ഹയർ സ്റ്റഡിക്കൊക്കെ പോകാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുന്ന ആൾ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ അവർ പ്രവർത്തിച്ചത്, അത് സഹിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് വളരെ ഉന്നതമായൊരു ലക്ഷ്യമുണ്ട്. അവരൊരു മീഡിയോക്കറായിട്ട് അവസാനിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചില യാത്രകളൊക്കെ വളരെ കഠിനമാണ്, അത് വലിയ ബോറിംഗ് ആണ്, അത് വലിയ എൻ്റർടൈൻമെൻ്റ് ഒന്നും തരുന്നതല്ല, അത് ഇൻസ്റ്റൻ്റായിട്ടുള്ള പണമോ പ്രസക്തിയോ ഒന്നും തരുന്നതല്ല. പക്ഷേ ഇവഞ്ച്വലി യു ഓവർകം ഓൾ ദീസ് ആൻഡ് യു അച്ചീവ് തിങ്സ്. അപ്പോൾ അതിനു വേണ്ടി കഷ്ടപ്പെടാനുള്ള, അപ്പോൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ വളരെ ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരും വളരെ ഹയർ ലെവൽ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഉള്ളവരും, അവർക്ക് കുറച്ചുകൂടെ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ക്ഷമയുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കാനുള്ളൊരു മനസ്സുണ്ട്, ഒരു റെസിലിയൻസ് അവർക്കുണ്ട്, പേഷ്യൻസ് ഉണ്ട്, പെർസിവറൻസ് ഉണ്ട്. അതൊക്കെ വളരെ ഹൈ ക്വാളിറ്റി മെൻ്റൽ ക്വാളിറ്റീസാണ്. അതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടുകിടക്കുകയും അത് അവസാനം നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും, ഇപ്പോൾ തന്നെ ജോലി നഷ്ടപ്പെടുന്നു, ഒരുപാട് കമ്പനികളിൽ നിന്ന് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ആർക്കാണ് ഈ ജോലി നഷ്ടപ്പെടുന്നത്? ഈ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിയവരാണ്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു? നിരന്തരമായി അവരെ അപ്ഗ്രേഡ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും നിരന്തരമായി പഠിക്കുകയും ഒക്കെ ചെയ്ത് അവർ കുറച്ചുകൂടെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി, വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി നിർത്തിയവരാണ്. അത്തരം ആൾക്കാരെ പെട്ടെന്ന് തോൽപ്പിക്കാനോ വലിച്ചെറിയാനോ ഒന്നും കഴിയില്ല. എപ്പോഴും വിജയം മാത്രം കിട്ടുന്ന ഒരാൾ ശരിക്കും വലിയ വിജയങ്ങൾ നേടുന്നില്ല, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, വലിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയങ്ങളുണ്ടാകും. ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയ മനുഷ്യരൊക്കെ തന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് പരാജയപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആ പരാജയങ്ങളോടുള്ള അവരുടെ സമീപനം വ്യത്യസ്തമാണ്. പരാജയങ്ങൾ വരുമ്പോൾ അവരതിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനും കാര്യങ്ങളെ പഠിക്കാനും അത് തിരുത്താനും നിരന്തരമായി പ്രാക്ടീസ് ചെയ്യാനും ആത്യന്തികമായി വിജയിക്കാനും പരിശ്രമിച്ചവരാണ്. അപ്പോൾ പരാജയമില്ലാത്ത ഒരു മനുഷ്യരുമില്ല. എല്ലാ മനുഷ്യർക്കും പരാജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിരന്തരമായി അതിൽ നിന്ന് പഠിക്കാൻ അവർ തയ്യാറായി. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസൊക്കെ നമുക്ക് വരും. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്യണം. കാരണം ഈ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്നത് ലോകത്ത് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളെ അത്ര ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, നമ്മളോട് അസൂയുള്ളവരുണ്ടാവും.
നമ്മളെ പിന്നെ കറക്റ്റ് ചെയ്ത് വിജയത്തിൽ എത്തിപ്പിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. പലതരത്തിലുള്ള ആൾക്കാരാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. ഇതിൽ ആരാണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം തരുന്നത്, ആരാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ക്രിറ്റിസിസം തരുന്നത്, ആരാണ് നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം തരുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടത് എടുക്കുകയും വേണ്ടാത്തതിനെ തള്ളിക്കളയാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മുടെ ഒരു മാനസിക ആരോഗ്യം ഉയർന്നു നിൽക്കണം, നമ്മുടെ ഒരു വൈകാരിക ഇൻ്റലിജൻസ് ഉയർന്നു നിൽക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക വൈകാരിക ആരോഗ്യം വളരെ പ്രധാനമാണ്. നമുക്ക് ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് നമ്മളെ കൃത്യമായും നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുന്നത്. ഒന്ന്, വളരെ കൃത്യമായ ഫോക്കസ്, തെറ്റാതെയുള്ള ഫോക്കസ്, വളരെ ഡീപ്പായിട്ടുള്ള ഫോക്കസ്. ആ ഫോക്കസ് തെറ്റിക്കാൻ ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് വരും. അതിൽ പെട്ടുപോകാതെ ഫോക്കസിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം. രണ്ടാമത് വിശ്വാസമാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക, അല്ലാതെ ആരും നമ്മളെ വിശ്വസിക്കാൻ പോകുന്നില്ല. നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മളിൽ വേറെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഡീപ്പായിട്ട് നമുക്ക് നമ്മളിൽ വിശ്വസിക്കാനായിട്ട് കഴിയണം. മൂന്നാമതായിട്ട് സ്ഥിരതയാണ്. എത്ര പരാജയങ്ങളുണ്ടായാലും, എത്ര നിരാശകളുണ്ടായാലും, എത്ര വീഴ്ചകളുണ്ടായാലും, എത്ര തോൽവികളുണ്ടായാലും നിർത്താതെ പരിശ്രമിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചാൽ യു അച്ചീവ് ആൻ എക്സ്പേർട്ടൈസ്. ആ എക്സ്പേർട്ടൈസിനെയാണ് കരിയർ എന്ന് വിളിക്കുന്നത്. ആ എക്സ്പേർട്ടൈസിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും തോൽവി ഉണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ള ഒരു കമാൻഡിങ് പൊസിഷനിലേക്ക് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകം നിങ്ങളുടെ പുറകിന് വരും. നിങ്ങൾ ഒന്നിൻ്റെയും പുറകിന് പോകേണ്ട വരില്ല. ആ എക്സ്പേർട്ടൈസ് നിങ്ങൾക്ക് ലൈഫ് തരും. ആ എക്സ്പേർട്ടൈസ് നിങ്ങൾക്ക് സന്തോഷം തരും. ആ എക്സ്പേർട്ടൈസ് നിങ്ങളെ സസ്റ്റെയിൻ ചെയ്യും. ആ എക്സ്പേർട്ടൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയിൽ നിങ്ങളെ എത്തിക്കും. അതിനൊരു സംശയവുമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്ഥിരമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ആ സ്ഥിരമായ പ്രവർത്തനം വളരെ ബോറിങ്ങാണ്. ആ സ്ഥിരമായ പ്രവർത്തനം ഒട്ടും എൻ്റർടൈൻമെൻ്റ് ഉള്ളതല്ല. ആ സ്ഥിരമായ പ്രവർത്തനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒന്നും അവസരങ്ങൾ കിട്ടില്ല. അത് കുറച്ച് റഫായിട്ടുള്ള, വളരെ ടഫായിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇൻസ്റ്റൻറ്റ് ലോകത്ത് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിൽ സ്ഥിരമായ ഉത്സാഹവും സ്ഥിരമായ സ്പിരിറ്റും സ്ഥിരമായ ഡ്രൈവും നിലനിർത്തിക്കൊണ്ട് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അതിന് വളരെ ഹയർ ലെവൽ ഓഫ് മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ആവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായി ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ ഉയർച്ചയിലേക്ക് വരും. ഇന്ന് ന്യൂറോ സയൻസൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്ഥിരമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി കൂടുകയും നിങ്ങളുടെ ബുദ്ധിവൈഭവം കുറേ കൂടെ പ്രകാശിതമാകുകയും ഒക്കെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത്. വെച്ചാൽ ഇന്ന് ചെറിയ പ്രായത്തിലൊക്കെ അത്ര മിടുക്കരല്ലാത്ത പല ആൾക്കാർ സ്ഥിരമായ ഉത്സാഹത്തിലൂടെയും സ്ഥിരമായി അവരെ വിശ്വസിച്ചതിലൂടെയും സ്ഥിരമായി ഫോക്കസ് ചെയ്തതിലൂടെയൊക്കെ അവരുടെ മെൻ്റൽ എബിലിറ്റിയും അവരുടെ ഇമോഷണൽ എബിലിറ്റിയും എല്ലാം തന്നെ ഉയർന്നു വരികയും അവർ വലിയ അച്ചീവേഴ്സും വലിയ പെർഫോമേഴ്സുമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യു, ഫോക്കസ് and start believing in you and also sustain your efforts. Thank you all. Happy living.